ഹരേ കൃഷ്ണ. സർവം രാധാകൃഷ്ണാർപ്പണമസ്തു. ജയ് ജയ് ശ്രീ രാധേ രാധേ. സെപ്റ്റംബർ 11 രാധാഷ്ടമിയാണല്ലോ. രാധാഷ്ടമിയെക്കുറിച്ച് ഒരു കുഞ്ഞു കാര്യം പറയാമെന്ന് വിചാരിക്കുകയാണ്. ഹരേ കൃഷ്ണ. കൃഷ്ണാഷ്ടമി, അതായത് ശ്രീകൃഷ്ണ ജയന്തി, അതെല്ലാവരും ആഘോഷിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ രാധാഷ്ടമിയും ആഘോഷിക്കണം. പ്രേമസ്വരൂപനായ കൃഷ്ണൻ്റെ പ്രേമാനന്ദം നൽകുന്ന ഭഗവാന്റെ തന്നെ ശക്തിയായിട്ടുള്ള രാധാറാണി ഭൂമിയിൽ അവതരിച്ച ദിവസമാണ് രാധാഷ്ടമിയായിട്ട് ആഘോഷിക്കുന്നത്. രാധാഷ്ടമി വ്രതം ആഘോഷിക്കേണ്ടത് രാവിലെ മുതൽ ഉച്ച സമയം വരെയാണ്. അതിരാവിലെ കുളിച്ച് തുളസി തീർത്ഥം കുടിച്ച് ഉച്ച സമയം വരെ പൂർണ്ണ ഉപവാസമെടുക്കണം. രാധാറാണിയുടെ ഫോട്ടോയിൽ, രാധാറാണിയുടെ വിഗ്രഹത്തിൽ പൂക്കൾ ചൂടിക്കൊടുക്കണം, പുതിയ വസ്ത്രം ധരിപ്പിച്ചു കൊടുക്കണം, ഭക്ഷണം ഉണ്ടാക്കി വയ്ക്കാം രാധാറാണിക്ക് വേണ്ടിയിട്ട്. രാധാറാണിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവം ചേമ്പ് കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ചേമ്പ് കൊണ്ട് എന്ത് വിഭവം വേണമെങ്കിലും അന്നേ ദിവസം ഉണ്ടാക്കി രാധാറാണിക്ക് സമർപ്പിക്കാവുന്നതാണ്. രാധാറാണിയെ അതിസുന്ദരമായി അണിയിച്ചൊരുക്കി പൂജകൾ ചെയ്ത്, അറിയാവുന്ന പോലെ പൂജകൾ ചെയ്ത് പ്രസാദം ഉണ്ടാക്കി രാധാറാണിക്ക് അന്നേ ദിവസം സമർപ്പിക്കാം. രാധാറാണിയെ എല്ലാവരും സ്നേഹിക്കണം. രാധാറാണി ദേവിയാണ്, അമ്മയാണ്, ആദിപരാശക്തിയാണ്. ആരിലും പെട്ടെന്ന് പ്രസാദിക്കുന്നത് അവരുടെ അമ്മയാണല്ലോ. കൺകണ്ട ദൈവം എന്ന് പറയുന്നതും അമ്മയാണല്ലോ. ആ അമ്മയുടെ പൂർണ്ണ സ്വരൂപമാണ് ലോകമാതാവായ ശ്രീകൃഷ്ണ ശക്തിയായ രാധാറാണി. ഒന്നിനും വേണ്ടിയല്ലാതെ, ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെ, തനിക്കെല്ലാമെല്ലാമായ തൻ്റെ കൃഷ്ണനെപ്പോലും ഗോപികമാർക്ക് കിട്ടാനായി ഏകാദശി വ്രതം എടുക്കൂ എന്ന് പറഞ്ഞ അത്രയും കാരുണ്യമയമായ മനസ്സിനുടമയാണ് രാധാറാണി. കൃഷ്ണൻ്റെ സന്തോഷമാണ് രാധാറാണി. കൃഷ്ണനെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് രാധാഭാവം എന്ന് പറയുന്നത്. രാധാറാണിയും ഭഗവാനും ഒന്ന് തന്നെയാണ്, ഒരേ ആത്മചൈതന്യം തന്നെയാണ്. ഗീതാഗോവിന്ദം ഗോവിന്ദന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗീതമാണ്. അത് കൃഷ്ണന് അത്രയും ഇഷ്ടപ്പെടാനുള്ള കാരണം അത് മുഴുവനും രാധാറാണിയെക്കുറിച്ച് പറയുന്നത് കൊണ്ട് തന്നെയാണ്. രാധയ്ക്കും കൃഷ്ണനും ഒരേ ചിന്താഗതിയായിരുന്നു. രാധാറാണിക്ക് എപ്പോൾ കൃഷ്ണനെ കാണണം എന്ന് തോന്നുന്നുവോ അപ്പോൾ കൃഷ്ണനും രാധാറാണിയെ കാണണം എന്ന് തോന്നുമായിരുന്നു. രാധാറാണിക്ക് കൃഷ്ണനോടുള്ള സ്നേഹം, കാണാതിരിക്കുമ്പോൾ കൂടുതലുള്ള ആ സ്നേഹം, രാധാറാണിയുടെ ആ വിരഹവേദന, അതറിയാനുള്ള കഴിവ് ഭഗവാൻ ശ്രീകൃഷ്ണനുണ്ടായിരുന്നു. രാധാറാണിയുടെയും ശ്രീകൃഷ്ണ ഭഗവാന്റെയും വികാരവിചാരങ്ങൾ രണ്ടു പേർക്കും ഒരുപോലെ ആയിരുന്നു എന്നാണ് പറയുന്നത്. അതാണ് രാധയും കൃഷ്ണനും. അതുകൊണ്ട് തന്നെ രാധാറാണിയെ വിളിച്ചാലേ കൃഷ്ണനെ കിട്ടുള്ളൂ, കൃഷ്ണൻ്റെ പ്രേമഭക്തി കിട്ടൂ. രാധാറാണിയെക്കുറിച്ച് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം. ഗോപികമാർ ഭഗവാന്റെ ഏറ്റവും വലിയ ഭക്തരാണ്. അതിലേറ്റവും വലിയ ഭക്ത എന്ന് പറയുന്നത് രാധാറാണി തന്നെയാണ്. രാധാറാണിയുടെ സ്ഥാനം എന്ന് വെച്ചാൽ ശുകബ്രഹ്മർഷി, വ്യാസമഹർഷി ഇവർ പോലും രാധേ എന്ന് പോലും പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. അത്രയും മുകളിൽ ഉന്നത സ്ഥാനമാണ് രാധാറാണിക്ക് എല്ലാവരും അറിയുന്ന, രാധാറാണിയെ അറിഞ്ഞ എല്ലാവരും കൊടുത്തിരുന്നത്. അത്രയും ശക്തിയായി ഭഗവാനെ ആരാധിക്കുന്ന രാധികയായിരുന്നു രാധാദേവി. ഇനി രാധാറാണിയുടെ ജന്മകഥ ഒന്ന് പറയാമെന്ന് വിചാരിക്കുകയാണ്. ഹരേ കൃഷ്ണ. വൃഷഭാനു മഹാരാജാവ് ഒരു ദിവസം തൻ്റെ വീടിന് മുമ്പേ ഒഴുകുന്ന യമുനാ നദിയിൽ ഒരു ദിവസം കുളിക്കാനായി പോയ സമയത്ത് യമുനാ നദി ആ സമയത്ത് സ്വർണ്ണ നിറത്തിൽ ജ്വലിക്കുകയാണ്. സാധാരണ യമുനാ നദി കറുത്ത നിറമാണല്ലോ. അതായത് കാളിന്തി എന്നൊരു പേരും കൂടെ ഉണ്ട് യമുനാ നദിക്ക്. യമുനാ നദി കറുത്ത നിറമായതുകൊണ്ട് തന്നെ. പക്ഷെ അന്നേ ദിവസം സ്വർണ്ണ നിറത്തിൽ തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്
യമുനാ നദി. വൃഷഭാനു മഹാരാജാവ് ആ യമുനാ നദിയിൽ കൈവച്ചതും എന്താണെന്നറിയില്ല, സന്തോഷം കൊണ്ട് കണ്ണുകൾ നിറഞ്ഞൊഴുകി, രോമാഞ്ചമുണ്ടായി. മനസ്സിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരാഹ്ലാദം, പ്രകൃതിയിൽ പോലും വല്ലാത്തൊരു മാറ്റം. എന്തോ ദിവ്യമായ കാര്യം നടക്കാൻ പോകുന്നു എന്ന് ഉള്ളിലൊരു തോന്നൽ വൃഷഭാനു മഹാരാജാവിന്. അങ്ങനെ അദ്ദേഹം വെള്ളത്തിലിറങ്ങി. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഒരു സ്വർണ്ണ താമര അദ്ദേഹത്തിൻ്റെ നേരെ ഇങ്ങനെ ഒഴുകി വരികയാണ്. ആ താമരയും നിന്നങ്ങനെ ജ്വലിക്കുകയാണ്. രാജാവിനാണെങ്കിലോ ഇത് കണ്ട് അതിരില്ലാത്ത ആഹ്ലാദം ഉണ്ടായി. വൃഷഭാനു മഹാരാജാവ് ആ താമരയുടെ അടുത്ത് ചെന്ന് നോക്കി. ആ താമരയെ നോക്കിയപ്പോൾ അതിൽ സ്വർണ്ണ നിറത്തിൽ ജ്വലിക്കുന്ന ഒരു പെൺകുട്ടി, അതിസുന്ദരമായ ചുണ്ടുകൾ, അത്രയും സുന്ദരമായൊരു പെൺകുട്ടി. ഇതുപോലത്തെ ഒരു സൗന്ദര്യം വൃഷഭാനു മഹാരാജാവ് ഇതിനു മുമ്പ് കണ്ടിട്ടേയില്ല. കോടിക്കണക്കിന് ലക്ഷ്മിമാർ വന്നാൽ പോലും ഈ സൗന്ദര്യത്തിന് തുല്യമാവുകയില്ല. അത്രയും സൗന്ദര്യമുള്ളൊരു പെൺകുട്ടി. രാജാവ് സന്തോഷം കൊണ്ട് ആ കുഞ്ഞിനെ വാരിയെടുത്ത് മാറോട് പിടിച്ചു. തനിക്കൊരു ആൺകുട്ടി മാത്രമേ ഉള്ളൂ, ഇപ്പോൾ അതാ ഒരു പെൺകുട്ടിയെയും കൂടെ കിട്ടിയിരിക്കുകയാണ് എന്നുള്ള സന്തോഷത്തോടു കൂടെ വീട്ടിലേക്ക് ഓടി. ഭാര്യയെ വിളിക്കുകയാണ്, കീർത്തിത. ഭാര്യ ആ വിളി കേട്ട് ഓടി വന്നു. വൃഷഭാനു മഹാരാജാവ് കാണിച്ചു കൊടുത്തു തനിക്ക് കിട്ടിയ ആ കുഞ്ഞിനെ. സന്തോഷം കൊണ്ട് കീർത്തിമാതാവ് ആ പെൺകുട്ടിയെ വാരി പിടിച്ച് എടുത്ത് ഉമ്മ കൊടുത്തു. 2 പേരും കൂടെ അങ്ങനെ ഒരു പെൺകുട്ടിയെ കിട്ടിയ സന്തോഷത്തിൽ ആനന്ദിച്ചിരിക്കുമ്പോഴാണ് കീർത്തി മാതാവ് അത് ശ്രദ്ധിച്ചത്. ആ കുട്ടിക്ക് കണ്ണില്ല. ഇത് കണ്ട് കീർത്തി മാതാവും വൃഷഭാനു മഹാരാജാവും കരയാൻ തുടങ്ങി. കരഞ്ഞ് അവർക്ക് ഭയങ്കര സങ്കടമായി, സഹിക്കാൻ വയ്യാത്ത സങ്കടമായി. എന്തോ ഒരു പൊന്നു പോലെയുള്ളൊരു കുഞ്ഞ്, പക്ഷേ കുഞ്ഞിന് കണ്ണില്ല. അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഒരു ദിവസം നാരദ മഹർഷി വൃഷഭാനു മഹാരാജാവിൻ്റെ വീട്ടിലേക്ക് വരുന്നത്. നാരദ മഹർഷിയെ കണ്ടപാടെ വൃഷഭാനു മഹാരാജാവ് വേണ്ട പോലെ പൂജിച്ച് സൽക്കരിച്ച് വീട്ടിലിരുത്തി നാരദ മഹർഷിയെ. തൻ്റെ ആ വിഷമം വൃഷഭാനു മഹാരാജാവ് നാരദ മഹർഷിയുമായി പങ്കുവെച്ചു. തൻ്റെ കുഞ്ഞിന് കണ്ണില്ലാത്ത കാര്യം അറിയിച്ചു. അത് കേട്ട് നാരദ മഹർഷി പറഞ്ഞു, വൃഷഭാനു, ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. ഈ കുഞ്ഞ് പ്രപഞ്ചത്തിൽ അവതരിച്ചതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ ഇത് ലക്ഷ്മി ദേവിയാണ്. സാക്ഷാൽ സർവേശ്വരൻ്റെ ശക്തിയാണ് വീട്ടിൽ അവതരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മഹാഭാഗ്യവാന്മാരാണ്. ഇത് കേട്ടപ്പോൾ വൃഷഭാനു മഹാരാജാവിന് അത്യധികമായ സന്തോഷം വീണ്ടും ഉണ്ടായി. ഒരുപാട് സന്തോഷം ഉണ്ടായി. അങ്ങനെ ഒരിക്കൽ വൃഷഭാനു മഹാരാജാവിൻ്റെ ഉറ്റ സുഹൃത്തായിട്ടുള്ള നന്ദഗോപര്, യശോദാദേവി, രോഹിണി മാതാവ്, ബലരാമൻ, കൃഷ്ണൻ എല്ലാവരും കൂടെ വൃഷഭാനു മഹാരാജാവിൻ്റെ വീട്ടിലെത്തി. എല്ലാവരും സന്തോഷത്തോടുകൂടെ അങ്ങനെ എല്ലാവരും കൂടെ സംസാരിച്ചിരിക്കുന്ന സമയത്ത് ഭഗവാൻ ശ്രീകൃഷ്ണൻ രാധാറാണിയെ കാണാനായി പോയി. ആ വീട്ടിനുള്ളിൽ തൊട്ടിലിൽ കിടക്കുന്ന ആ രാധാറാണിയെ കണ്ടു കൃഷ്ണൻ രാധാറാണിയെ ഇങ്ങനെ മെല്ലെ തട്ടി വിളിക്കുകയാണ്, രാധേ രാധേ, കണ്ണു തുറക്കൂ, ഞാൻ വന്നു എന്നിങ്ങനെ പറയാണ് കൃഷ്ണൻ. അത് കണ്ട് ആ കുഞ്ഞ് കണ്ണു തുറന്നു. 1000 ചിത്രശലഭങ്ങൾ ഒന്നിച്ച് പറന്നുയരുന്നതിനേക്കാൾ സുന്ദരമായിരുന്നു. അതും കൂടെ ആയപ്പോൾ ആ രാധാറാണിയുടെ സൗന്ദര്യം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അത്രമാത്രം സൗന്ദര്യമുള്ള ആ രാധാറാണിക്ക് കണ്ണുകളുണ്ടായിരുന്നില്ല എന്നുള്ളതായിരുന്നു ആകെ ഒരു വിഷമം. ഇപ്പോൾ ദാ അതും മാറിക്കിട്ടി. അങ്ങനെ അത്രയും സുന്ദരിയായിട്ടുള്ള ആ ഭഗവാന്റെ തന്നെ ശക്തിയായിട്ടുള്ള എല്ലാവരുടെയും ലോകമാതാവായിട്ടുള്ള ആ രാധാറാണി അവതരിച്ച ദിവസമാണ് സെപ്റ്റംബർ 11. സച്ചിദാനന്ദത്തിൽ ആനന്ദശക്തിയാണ് രാധാദേവി. ആ രാധാദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഹരേ കൃഷ്ണ. സർവം രാധാകൃഷ്ണാർപ്പണമസ്തു. ജയ് ജയ് ശ്രീ രാധേ രാധേ.
ആ രാധാഷ്ടമി എല്ലാവരും ആഘോഷിക്കണം, എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം. ഹരേ കൃഷ്ണ.